ഹരി ഓം. കൃഷ്ണമന്ദേ. രാമായണ മാസത്തിന്റെ ഭാഗമായി ഇന്ന് നമുക്ക് വിശിഷ്ടാതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് നമ്മളുടെ എക്കാലത്തെയും ആചാര്യനായിട്ടുള്ള ഡോക്ടർ പി വി വിശ്വനാഥൻ നമ്പൂരി സാറാണ്. പ്രത്യേകം ഒരു ഇൻട്രൊഡക്ഷന്റെ ആവശ്യമില്ല. നമ്മളുടെ സ്വന്തം കുടുംബാംഗം തന്നെയാണ് സാറ്. നമ്മളുടെ ഭാഗവതം ക്ലാസ്സും മറ്റെല്ലാ കാര്യങ്ങളും സാറിന്റെ ശിക്ഷണത്തിലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാമായണ സത്സംഗം, ഇന്നത്തെ രാമായണ സംഘത്തിലേക്ക് സാറിനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ സാർ. ബീജം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. ബഹുമാദരണീയരായ എല്ലാ ശ്രോതാക്കൾക്കും വിനീതമായ പ്രണാമം. പതിവ് പോലെ ഒരു കർക്കിടക മാസം കൂടി നമ്മൾ രാമായണ മാസമായി ആചരിക്കുകയാണ്. ഒരു കാലഘട്ടത്തിലെ ഭാരതത്തിലെ എല്ലാ കുടുംബങ്ങളിലും നിരന്തരമായും പാരായണം ചെയ്തുകൊണ്ടിരുന്ന ഒരു ഇതിഹാസമാണ് രാമായണം. അതിന് പ്രത്യേക സമയവും കാലവും നോക്കേണ്ട. എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് സന്ധ്യാനാമം ചൊല്ലുന്ന രാമനാമമാണ്. അത് കഴിഞ്ഞ് വായിക്കുന്ന പുരാണവും ഇതിഹാസവും എന്തായാലും രാമായണമാണ്. നിർബന്ധമായിരുന്നു ഇതെല്ലാ ദിവസവും വായിക്കുക എന്നുള്ളത്. അത് ചുരുങ്ങി 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 വന്ന് തീരെ ഇല്ലാണ്ടായപ്പോഴാണ് ഒരു മാസം അതിനുവേണ്ടി നമ്മൾ നിശ്ചയിച്ചു വെച്ചത്. അത് ഏറ്റവും നന്നായി. കാരണം ഈ ഒരു മാസമെങ്കിലും രാമായണവുമായിട്ട് പരിചയപ്പെട്ട് വായിച്ച് പഠിച്ച് പറഞ്ഞ് നിരന്തരമായൊരു സമ്പർക്കം കൊണ്ട് രാമായണവുമായിട്ടുള്ള ബന്ധം നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നു എന്നുള്ളത് ഒരു മാസത്തെ ഒരു വലിയ ആചരണമാണ്. അപ്പം ഒരു മാസമായിട്ട് ആചരിക്കേണ്ടതല്ല, എന്നും വേണ്ടതാണ്. എങ്കിലും ഒരു മാസമെങ്കിലും ആയല്ലോ. അത് രാമായണത്തിൻ്റെ ഒരു മഹത്വമാണ്. പിന്നെ രാമായണം എത്ര കേട്ടാലും മതിയാവില്ല. എത്ര പ്രാവശ്യം കേട്ടിട്ടു ഇത് കേട്ടു മടുത്തു എന്ന് രാമായണത്തെക്കുറിച്ച് ആരും പറയാറില്ല. മറ്റേതൊക്കെ വായിച്ചാലും കുറെ വായിച്ചു കഴിയുമ്പോൾ എത്ര പ്രാവശ്യം ഞാനിത് വായിച്ചാണ് മടുത്തു എന്ന് പറയും. കാരണം രാമായണം ഒരു ആദികാവ്യമാണ്. വേദങ്ങൾക്ക് ശേഷം നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ കാവ്യസമ്പത്തിൽ ആദ്യത്തേതാണ് രാമായണം. കാവ്യത്തിന്റെ എല്ലാ ഗുണങ്ങളും രാമായണത്തിൽ ഇണങ്ങിച്ചേർന്നിട്ടുണ്ട്. കാവ്യം യശഫേ അർത്ഥഹൃദേ വ്യവഹാരവിധേ ശിവേതരക്ഷതേ സദ്യ പരനിർവൃതേ കാന്ത സംമിതതയ ഉപദേശു വിജയെന്ന 6 കാവ്യപ്രവചനം പറയും. അതിൽ ഏറ്റവും പ്രധാനം സദ്യ പരനിർവൃതയെ. കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്നൊരു ആത്മനിർവൃതി ഉണ്ടാകും. കരളലിയിക്കുന്ന രാമായണ കഥ കേട്ട് കേട്ട് ആത്മനിർവൃതി അനുഭവിക്കാത്ത ഒരാളും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് 100ാമത്തെ പ്രാവശ്യം രാമായണ കഥ കേട്ടാലും അത് അധികമാണ്, അത് കേട്ടും അടുത്താണെന്ന് ഒരിക്കലും തോന്നില്ല. ഒരാത്മനിർവൃതിയാണ്. രാമകഥ എപ്പോൾ ആര് വായിക്കുന്ന കേട്ടാലും ഒരു നിർവൃതി ഉണ്ടാകും. അത് രാമായണത്തിന് ഏറ്റവും വലിയൊരു മഹത്വമാണ്. അതുകൊണ്ടാണ് ഈ രാമകഥ യാവത് സ്ഥാപ്യന്തി ഗിരേ ഫരിതശ്ച മഹീതരേ താവത് രാമായണകഥ ലോകേഷു പ്രചരിഷ്യതി എന്ന് ബ്രഹ്മദേവൻ അതിൻ്റെ ആശംസ കൊടുത്തുകൊണ്ടാണ് സൂര്യേന്ദ്രന്മാരും നക്ഷത്രങ്ങളും സമുദ്രവും പുഴകളും നിലനിൽക്കുന്നിടത്തോളം കാലവും രാമായണത്തിൻ്റെ യശസ് നിലനിൽക്കുന്നേയും നശിക്കില്ല. അനശ്വരമാണ്. എത്ര കേട്ടാലും മതിയാവാത്ത. അത് രാമനാമത്തിൻ്റെ ഒരു മഹത്വം അവിടെയാണ്. രാമനാമത്തിൻ്റെ മഹത്വം കൊണ്ടാണ് ഞാൻ ഋഷികവിയായി തീർന്നതെന്ന് വാൽമീകി തന്നെ രാമായണത്തിൽ പലയിടത്തും പറയുന്നുണ്ട്.
അധ്യാത്മരാമായണത്തിൽ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണത്തിലും വാൽമീകി വ്യക്തമായിട്ട് ഇക്കാര്യം ബോധ്യപ്പെടുന്നുണ്ട്. രാമനാമത്തിൻ്റെ ഒരു മഹത്വം കൊണ്ടാണ് ഞാൻ ഋഷികവിയായത്. അതിനുവേണ്ടി തൻ്റെ ഒരു പൂർവ്വ ചരിത്ര കഥ സംഗ്രഹിക്കുന്നുണ്ട്. വരുണൻ അല്ലെങ്കിൽ പ്രചേതസിന്റെ പുത്രനാണ് വാൽമീകി. ഒരു ഋഷിയുടെ പുത്രനായി അല്ലെങ്കിൽ ദേവന്റെ പുത്രനായി ജനിച്ചത് കൊണ്ട് തന്നെ ജനനശേഷമുള്ള എല്ലാ സംസ്കാരക്രിയകളും അനുഷ്ഠിച്ച് പഠിച്ച് ആവശ്യം വേണ്ട പഠിപ്പുകളൊക്കെ സമ്പാദിച്ച ആളായിരുന്നു അദ്ദേഹം. പക്ഷേ വിവാഹം കഴിഞ്ഞപ്പോൾ കുടുംബത്തെ പുലർത്താൻ വേണ്ടി സ്വാഭാവികമായ വഴികൾ കൊണ്ട് പറ്റുന്നില്ല എന്ന് കണ്ടപ്പോൾ അസ്വാഭാവികമായ പല വഴികളിലേക്കും അദ്ദേഹം തിരിയേണ്ടി വന്നു. ഒരു കുടുംബത്തെ പുലർത്താൻ ന്യായമായും ആർജിക്കുന്ന ധാർമ്മികമായ സമ്പത്ത് കൊണ്ട് പറ്റുന്നില്ല എന്ന് കണ്ടപ്പോൾ അധാർമികമായ വഴികൾ പലതും സ്വീകരിച്ചു. പിടിച്ചു പറിക്കുക, തട്ടിപ്പറിക്കുക, മോഷ്ടിക്കുക, ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ സമ്പത്തുണ്ടാക്കി കുടുംബത്തെ പുലർത്തുക, ജീവിക്കുക. ഈ ഒരു മട്ടിലേക്ക് തിരിഞ്ഞപ്പോൾ രത്നാകരൻ എന്ന പേരുള്ള ഒരു കാട്ടാളൻ എന്ന പേര് സിദ്ധിച്ചു ഇദ്ദേഹത്തിന്. അപ്പോഴാണ് സപ്തർഷിമാരെ ഇദ്ദേഹത്തെ നല്ല വഴിയിലേക്ക് നയിക്കാൻ വേണ്ടി ഇദ്ദേഹത്തെ വഴിക്ക് വെച്ച് കണ്ടുമുട്ടുന്നു. അപ്പോഴും ഇദ്ദേഹം അവരിൽ നിന്നും പിടിച്ചു പറിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് അധർമ്മമല്ലേ? ഈ അധർമ്മത്തിന്റെ ഫലം ഇത് അനുഭവിക്കുന്നവർ പങ്കിടുമോ എന്ന് ചോദിക്കാൻ പറയുന്നു. അപ്പോൾ അത് ചെന്ന് ചോദിക്കാൻ പുറപ്പെടണമെങ്കിൽ അതിനുള്ള സംസ്കാരം ഉള്ളിലുണ്ടാവണം, അല്ലെ പോവില്ലല്ലോ. ഞാനൊന്നും ചോദിക്കാനൊന്നും പോകുന്നില്ല, എൻ്റെ ഇഷ്ടമാണ് എന്നൊക്കെ പറയാമായിരുന്നു. അതൊരു കാട്ടാള സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അതിന് മുമ്പ് നേടിയ ഒരു സാംസ്കാരികമായ ഒരു ഉന്നമനത്തിൻ്റെ ചരിത്രമുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ശാന്തനായി ചെന്ന് പത്നിയോട് ചോദിക്കുന്നു. അവരവർ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം അവരവർ മാത്രമേ അനുഭവിക്കുള്ളൂ എന്നും ഒക്കെ ഉപദേശം കേട്ട് തിരിച്ചു വന്ന് ഇവരോട് പറയുന്നു. അപ്പോൾ ഈ ചെയ്തിരിക്കുന്ന സകല ദുഷ്കർമ്മങ്ങളിലെയും പ്രായശ്ചിത്തത്തിനായി രാമ എന്ന മന്ത്രം ഉപദേശിച്ചു കൊടുക്കുന്നു. സപ്തർഷിമാർക്ക് വേറെ മന്ത്രങ്ങൾ അറിഞ്ഞിട്ടല്ല, എത്രയോ മന്ത്രങ്ങൾ അവർക്കറിയാം. പക്ഷേ രാമ എന്നുള്ള മന്ത്രത്തിന്റെ വൈഭവവും വൈശിഷ്ട്യം തിരിച്ചറിഞ്ഞവരാണ്. രമന്തേ യോഗിനോ യസ്മിൻ സ രാമ. യോഗികൾ ആരിൽ രമിക്കുന്നുവോ അവനാണ് രാമൻ. യോഗികൾ ആത്യന്തികമായി ലയിക്കുന്ന ബ്രഹ്മത്തിലാണ്. ബ്രഹ്മത്തിന്റെ വാചകമായ ഏകശബ്ദം രാമശബ്ദം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അവരെ രാമശബ്ദം ഉപദേശിച്ചു കൊടുത്തത്. അത് ആവർത്തിച്ച് കിട്ടിയ ഒരു സംസ്കാരത്തിന്റെ പരിണത ഫലമായി ഇതാണ് തപസ്. അതുകൊണ്ട് ഇദ്ദേഹത്തിൽ ഉണ്ടായിരുന്ന കാട്ടാള സംസ്കാരത്തെ മുഴുവനും കരിച്ചു കളഞ്ഞ് നശിപ്പിച്ചിട്ട് മനുഷ്യനായി, അല്ല ഋഷിയായി. ഈ ഒരു മാറ്റം രാമനാമത്തിന്റെ മഹത്വം കൊണ്ട് നമുക്ക് വായിച്ചെടുക്കാം. ഇതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഗൃഹങ്ങളിൽ ഒരു കാലഘട്ടത്തിൽ സന്ധ്യയ്ക്ക് സന്ധ്യാനാമം എന്ന് പറയുന്നത് രാമനാമം. അതിന് ഇത്ര എണ്ണമൊന്നുമില്ല. രാമ 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 എന്ന് ആവർത്തിച്ച് ജപിച്ച് കിട്ടുന്ന ഒരു വലിയ തപസ്സിന്റെ ബലമുണ്ട്. അതെല്ലാവർക്കും ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നു. അപ്പോൾ ദുഷ്കർമ്മങ്ങൾ ചെയ്യാനുള്ള, അധർമ്മങ്ങൾ ചെയ്യാനുള്ള വാസനകൾ തന്നെ കരിഞ്ഞു പോകും. ഇന്നതില്ലാത്തത് കൊണ്ട് ഇത് മാത്രമേ ഉള്ളിലുള്ളൂ. ദുഷ്കർമ്മങ്ങൾ ചെയ്യാനുള്ള വാസനകൾ, ദുഷ്ടതയ്ക്കുള്ള വാസനകൾ, പിടിച്ചു പറിച്ചും മോഷ്ടിച്ചും സമ്പത്തുണ്ടാക്കണമെന്ന് മാത്രം. ഇതൊക്കെ ഇന്നെടുക്കുന്ന, ചിട്ടി പിടിക്കുന്നത്, ലോൺ എടുക്കുന്നത്, മോഷ്ടിച്ചെടുക്കുന്നത് ഒക്കെ ഇതൊക്കെ തന്നെയാണ്. ഒരു കിരാത സംസ്കാരത്തിന് ഉടമസ്ഥരാണ് നമ്മളൊക്കെ ഇപ്പം. അതിന് മാറ്റിയെടുക്കാൻ ഈ രാമനാമത്തിന് മാത്രമേ പറ്റുള്ളൂ. അത് എന്ന് നഷ്ടപ്പെട്ടോ അന്നു മുതൽ നമ്മുടെ ഉള്ളിലുള്ള കിരാത സംസ്കാരം വളർന്നു വരികയാണ്. അതിനെ ഇല്ലാതാക്കി നമുക്ക് ഋഷിയാവാം.
ആർക്കും ഋഷിയാവാം, ആവണം. ഈ ഒരു സൂചന നൽകിയിട്ടാണ് രാമകഥ മുമ്പോട്ട് നീങ്ങുന്നത്. അപ്പൊ രാമായണത്തിന്റെ വൈശിഷ്ട്യം, മഹത്വം വാൽമീകി തന്നെ നമ്മെ ശരിക്കും ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇതറിഞ്ഞ് ആചരിക്കലാണ് നമുക്കിന്ന് ചെയ്യാനുള്ളത്. ഇനി രാമായണ കഥയുടെ വൈശിഷ്ട്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ്, രാമായണ കഥ നിങ്ങൾക്ക് എല്ലാം അറിയാം. ഞാൻ പ്രത്യേകിച്ച് കഥ പറയേണ്ട ആവശ്യം ഇല്ല. അതറിയാത്തവരാരും ഉണ്ടാവില്ല. എത്ര പ്രാവശ്യം രാമായണം കഥ വായിച്ച് വായിച്ച് കിട്ടിയ അറിവ് നിങ്ങളുടെ ഉള്ളിലുണ്ട്. 3 കുടുംബകഥകളാണ് രാമായണത്തിൻ്റെ കഥ. ഒന്ന് അയോധ്യയിൽ, മറ്റൊന്ന് കിഷ്കിന്ധയിൽ, പിന്നൊന്ന് ലങ്കയിൽ. 3 കുടുംബകഥകളെ കോർത്തിണക്കിയതാണ് രാമായണ കഥ. അയോധ്യയിൽ ദശരഥന്റെ ഭരണഭാരഥ്യത്തിൽ നയിക്കുന്ന ഒരു സത്വഗുണമുള്ള, സാത്വികതയുള്ള ഒരു കുടുംബം. സത്വഗുണത്തിന്റെ ഉടമസ്ഥർ നിറഞ്ഞു നിൽക്കുന്ന അയോധ്യ എന്നൊരു കുടുംബം. കിഷ്കിന്ധയിലേക്ക് ചെന്നാൽ രജോ ഗുണത്തിന്റെ ഉടമസ്ഥരായ ബാലിയുടെ നേതൃത്വത്തിലുള്ള ഒരു കുടുംബം. അക്കരെ കടന്ന് ലങ്കയിലെത്തിയാൽ തമോ ഗുണത്തിന്റെ ആധിക്യം വിളയാടുന്ന രാവണന്റെ ഭരണസാരഥ്യത്തിലുള്ള ഒരു കുടുംബം. ഈ 3 കുടുംബ കഥകളെയാണ് രാമായണം പറയുന്നത്. ഈ 3 ഗുണവും നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട്. സത്വഗുണമുണ്ട്, രജോ ഗുണമുണ്ട്, തമോ ഗുണമുണ്ട്. ഈ 3 ഗുണവും നമ്മൾ എന്നും എപ്പോഴും പുറത്ത് കാണിക്കുകയും ചെയ്യും. നാമം ജപിക്കുമ്പോൾ, അമ്പലത്തിൽ പോകുമ്പോൾ, സപ്താഹം കേൾക്കുമ്പോൾ, ഇങ്ങനെയുള്ള പ്രഭാഷണം കേൾക്കുമ്പോൾ ഒക്കെ നമ്മൾ സത്വഗുണമുള്ളവരാണ്. ദുർവിചാരങ്ങളും ദുശ്ചന്തകളും ഒന്നും മനസ്സിൽ വരില്ല. അത് കഴിഞ്ഞ് ആ 1 മണിക്കൂറോ 2 മണിക്കൂറോ ഉച്ചവരെയുള്ള സമയം കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ നമ്മൾ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ, പരാതികൾ, പോരായ്മകൾ, ഇവിടെ സംഭവിച്ച രോഗങ്ങൾ, ഇതൊക്കെ ഒരു പരാതിയായിട്ട് അവതരിപ്പിക്കുന്നത് ഉള്ളിലുള്ള രജോ ഗുണമുണ്ടാണ്. ഇവിടം വിട്ട് വീട്ടിൽ ചെന്നാൽ നമ്മുടെ ഒറിജിനൽ സ്വഭാവം കാണാം, തമോ ഗുണമാണ്. ഇത് 3 നമ്മുടെ ഉള്ളിലുണ്ട്. ആവശ്യാനുസരണം ഇത് 3 നമ്മൾ എടുക്കുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഈ രാമായണ കഥ ഈ സത്വഗുണത്തെ കൊണ്ട് രജോ ഗുണത്തെ നശിപ്പിച്ച് തമോ ഗുണത്തെ നശിപ്പിച്ച് വീണ്ടും സത്വഗുണത്തിലേക്ക് തിരിച്ചെത്തണം. രാമൻ, സത്വഗുണത്തിന്റെ പ്രതിനിധിയായ രാമൻ കിഷ്കിന്ധയിലെത്തി രജോ ഗുണത്തിന്റെ പ്രതിനിധിയായ ബാലിയെ ഇല്ലാതാക്കി അക്കരെ കടന്ന് തമോ ഗുണത്തിന്റെ പ്രതീകമായ രാവണകുംഭകർണന്മാരെ നിഗ്രഹിച്ച് വീണ്ടും തിരിച്ച് അയോധ്യയിൽ വന്ന് സത്വഗുണത്തിൽ അധിഷ്ഠിതനായി. ഇത്രയാണ് രാമായണ കഥ. ഇതൊരു മനുഷ്യകഥയാണ്. കാരണം അവതാരങ്ങളിലെ മനുഷ്യത ഏറ്റവും നിറഞ്ഞു നിൽക്കുന്നത് രാമാവതാരത്തിലാണ്. ബാക്കി എല്ലാ അവതാരത്തിലും ഈശ്വരീയതയാണ് കൂടുതൽ. ഏത് അവതാരം എടുത്താലും പല അവതാരങ്ങൾക്കും അല്പസമയം മതി. നരസിംഹാവതാരമൊക്കെ 1/4 മണിക്കൂറിന് തീർത്തു പോയി, ഇത്രേ ഉള്ളൂ. ഇതല്ല, ഒരു മനുഷ്യജന്മം മുഴുവനും എന്ത് ചെയ്തു? അവതാരത്തിന്റെ മഹത്വം നമ്മെ കാണിച്ചു. പക്ഷെ ഇവിടെ ഐശ്വര്യമായ ഒരു ശക്തിയും ഒരു തേജസ്സും ഒരു വിദ്യകളും ഇവിടെ കാണിക്കുന്നില്ല. മേൽപ്പത്തൂർ പറയും, സ്വയം മർത്യാവതാരസ്തവ ഖലു നിയതം മർത്യശിക്ഷാർത്ഥമേവം. സ്വയം മർത്യാവതാര. ഇത് രാമാവതാരം മർത്യാവതാരം, മനുഷ്യാവതാരമാണ്. എന്തിനാണെങ്കിൽ മനുഷ്യനായിട്ട് അവതരിച്ചത്? മർത്യശിക്ഷാർത്ഥം, മനുഷ്യനെ പഠിപ്പിക്കാൻ വേണ്ടി. രാമാവതാരത്തിന് ഏറ്റവും മഹത്വം അതാണ്. ഇവിടെ രാവണനെ വേണമെങ്കിൽ വാൽമീകി രാവണനെ നിഗ്രഹിക്കാൻ നരസിംഹാവതാരം പോലെ 1/2 മണിക്കൂർ കൊണ്ട് രാവണനെ നിഗ്രഹിച്ച് പോകാനേ ഉണ്ടായിരുന്നു. ബ്രഹ്മാവ് അപേക്ഷിച്ചനുസരിച്ച് രാവണനെ നിഗ്രഹിച്ചു കൊടുക്കണം. ശരി, ഞാൻ അവതരിച്ചു, അതാ രാവിലെ അവതരിച്ചു, വൈകിട്ട് എല്ലാം തീർത്ത് എനിക്ക് തിരിച്ചു പോകാം, അത്രയേ ഉള്ളൂ കാര്യം. അതിനെയാണ് ഒരു മനുഷ്യജന്മം മുഴുവനും എന്ത് ചെയ്തത്? അവതാരമായി ജീവിച്ചത് നമ്മെ പഠിപ്പിക്കാനാണ്. മനുഷ്യ ജീവിതത്തിൽ എങ്ങനെയൊക്കെ ജീവിക്കണം എന്ന് കാണിച്ചു തരുന്ന ഒരു വലിയ ജീവിത ശാസ്ത്രത്തിൻ്റെ പൊരുൾ നമുക്ക് രാമായണത്തിൽ കൂടി കാണാം.
അപ്പോഴാണ് രാമായണം ജീവിതഗന്ധിയാണ്, മനുഷ്യ ജീവിതത്തിൻ്റെ കഥയാണ് എന്ന് നമുക്ക് വായിക്കാൻ പറ്റും. ആദ്യം അത് നോക്കോളൂ. ഒരു ജീവൻ ഈ പ്രപഞ്ചത്തിൽ ആവിർഭവിക്കുന്നത്, ഇവിടെ ദശരഥൻ അയോധ്യയിലെ രാജാവായി ദശരഥന്റെ ജന്മം മുതലുള്ള കഥകൾ പറഞ്ഞാണ് തുടങ്ങുന്നത്. അയോധ്യയിലാണ് ദശരഥൻ ജനിക്കുന്നത്. അയോധ്യ യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്താനാവാത്ത ഒരു പ്രപഞ്ചമാണ് അയോധ്യ. അയോധ്യ യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്താനാവാത്ത ഒന്ന് മാത്രമേ ഉള്ളൂ, ഈ പ്രപഞ്ചം മാത്രം. നമുക്ക് അടുത്ത കാലത്താണ് ബോധ്യമായത് പ്രപഞ്ചത്തോട് എതിരിട്ട് മല്ലിട്ട് നിൽക്കാൻ പറ്റില്ല. അതിഭയങ്കരമായ പ്രളയം വരുമ്പോൾ, കൊടുങ്കാറ്റ് വരുമ്പോൾ, അഗ്നിബാധ വരുമ്പോൾ, കാട്ടുതീ വിളരുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ കണ്ടുപിടിച്ച പ്രതിരോധ മാർഗങ്ങളൊക്കെ നിഷ്ഫലമാക്കിക്കൊണ്ട് അതിനെയും കൂടി തട്ടി ഒഴിക്കൊണ്ട് ഇത് പോകും. അപ്പോഴാണ് മനസ്സിലാക്കിയത് പ്രപഞ്ച പ്രതിഭാസങ്ങളോട് എതിരിട്ട് ജയിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തിന് അയോധ്യ എന്ന് പേര് കൊടുത്തത്. ആ അയോധ്യയിൽ ദശരഥനായിട്ട് 10 ഇന്ദ്രിയങ്ങൾ, രഥം എന്ന വാക്കിന് ഇന്ദ്രിയങ്ങൾ എന്നർത്ഥമുണ്ട്. ദശരഥൻ 10 ഇന്ദ്രിയങ്ങളോട് കൂടിയ ഒരു മനുഷ്യന്റെ ജനനം, ആവിർഭാവമാണ് ദശരഥ ജന്മത്തോടെ കാണിക്കുന്നത്. ഒരു ജീവൻ 10 ഇന്ദ്രിയങ്ങളോട് കൂടി, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ ഇവിടെ അവതരിച്ചാൽ ആദ്യം അവൻ കടന്നു പോകുന്ന ത്രിഗുണങ്ങളിലൂടെയാണ്. സത്വം, രജസ്, തമസ് എന്ന് 3 ഗുണങ്ങളെ സ്വീകരിച്ചിട്ടേ ജീവന് ഇവിടെ നിലനിൽക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ദശരഥൻ 3 ഭാര്യമാരെ സ്വീകരിച്ചു. 3 പേരും 3 ഗുണത്തിന്റെ ഉടമസ്ഥരാണ്. സത്വഗുണത്തിന്റെ ഉടമസ്ഥയായ കൗസല്യ, രജോ ഗുണത്തിന്റെ ഉടമസ്ഥയായ സുമിത്ര, തമോഗുണത്തിന്റെ ഉടമസ്ഥയായ കൈകേയി. ഈ 3 ഗുണങ്ങളെ സ്വീകരിച്ചു. ആ 3 ഗുണങ്ങളെ സ്വീകരിച്ചാൽ 4 അവസ്ഥയിൽ കൂടി പോകേണ്ടി വരും. 4 അവസ്ഥ 4 പുത്രന്മാരാണ്. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി, തുരീയം, 4 അവസ്ഥ. അങ്ങനെ 4 പുത്രന്മാരുണ്ടായി. അതിൽ 2 പേർ എപ്പോഴും ചേർന്നേരിക്കുള്ളൂ. ജാഗ്രതും സ്വപ്നവും ഒന്നിച്ചേരിക്കുള്ളൂ. ജാഗ്രതത്തിന് സ്വപ്നത്തിലോട്ട് പോകാൻ പറ്റും. ഇവരെപ്പോഴും ഒന്നിച്ചേർന്ന് ഒരേപോലെ അടുത്തിരിക്കുന്നവരാണ്. അതുകൊണ്ടാണ് രാമലക്ഷ്മണന്മാർ സുഹൃത്തുക്കളായത്. സാഹോദര്യ ബന്ധത്തിന്റെ ഏറ്റവും വലിയ ബന്ധമാണ്. അതേപോലെ ഭരതശത്രുഘ്നന്മാർ സുഷുപ്തിയും തുരീയവുമാണ്. അവരും ഒന്നിച്ചേരിക്കോളും. അങ്ങനെയാണ് ഇവർ 2 സെക്ഷനായിട്ട് തിരിഞ്ഞു കൂട്ടായത്. എപ്പോഴും നമുക്കുള്ള സംശയമാണ്, ലക്ഷ്മണന് പകരം ഭരതനുമായിട്ട് രാമന് കൂട്ടായിക്കൂടായിരുന്നോ? അപ്പൊ ഇങ്ങനെ ഒരു ആധ്യാത്മികതയുടെ ചരട് രാമായണം കഥയിലുണ്ടെന്നുള്ളത് നമുക്ക് സ്പഷ്ടമാണ്. അതിന് പറ്റിയ കഥാപാത്രങ്ങളെയാണ് വാൽമീകി തെരഞ്ഞെടുത്തപ്പോൾ. രാമായണത്തിൽ പങ്കെടുക്കാത്ത ഒരു കഥാപാത്രവും പ്രപഞ്ചത്തിലില്ല. ദേവന്മാരുണ്ട്, അസുരന്മാരുണ്ട്, രാക്ഷസന്മാരുണ്ട്, മനുഷ്യരുണ്ട്, മൃഗങ്ങളുണ്ട്, പക്ഷികളുണ്ട്, കല്ലുണ്ട്, പാറകളുണ്ട്, പർവ്വതങ്ങളുണ്ട്, സമുദ്രങ്ങളുണ്ട്, നദികളുണ്ട്. വൃക്ഷം പോലൊരു കഥാപാത്രമാണ്. ശിംശഭാവൃക്ഷം ഒരു കഥാപാത്രമാണ്. അതിന് കുറെ കഥ പറയാനുണ്ട്. ഇങ്ങനെ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സകല ചരാചരങ്ങളെയും കഥാപാത്രങ്ങളാക്കി ആ കഥാപാത്രങ്ങൾ കൂടി മനുഷ്യജീവിതത്തിന് ധർമ്മസ്ഥിതി നിലനിർത്താനാണ്. ഇത് ധർമ്മം, ഇത് അധർമ്മം, ഇത് ചെയ്യണം, ഇത് ചെയ്യരുത്, രണ്ടും പറയണം. ധർമ്മം മാത്രം പറഞ്ഞാൽ പോരാ. ധർമ്മം മാത്രം പറഞ്ഞു പഠിപ്പിച്ചാൽ അധർമ്മം എന്താണെന്ന് അറിയില്ലല്ലോ. നമുക്ക് ചെയ്യുന്നതൊക്കെ എന്താണെന്ന് വിചാരിക്കും, ധർമ്മമാണെന്ന് വിചാരിക്കും. അപ്പൊ അധർമ്മം ചൂണ്ടിക്കാണിക്കണം, ഇത് അധർമ്മമാണ്, ചെയ്യരുതെന്ന്. അപ്പൊ രണ്ടും കാണിക്കണം. ഇത് വേദത്തിന്റെ വലിയ സംഭാവനയാണ്. വേദം നൽകുന്ന ഏറ്റവും വലിയ ഉപദേശമാണ്. അതുകൊണ്ടാണ് വേദവേദ്യേ പരംപുംസി ജാതേ ദശരഥാത്മജേ വേദപ്രാചേതഫാദാഫീദ് സാക്ഷാത് രാമായണാത്മനാം. വേദവേദ്യനായ പരംപുരുഷൻ
ദശരഥപുത്രനായി അവതരിച്ചപ്പോൾ വേദം രാമായണമായിട്ട് അവതരിച്ചു. അപ്പോൾ രാമായണം വേദമായി. വേദത്തിന് ശേഷം ആദ്യം ഉണ്ടായതാണ് രാമായണം. അപ്പം വേദം എന്തൊക്കെയാണോ നൽകുന്നത് അതൊക്കെ രാമായണത്തിലുണ്ട്. വേദത്തിൽ വിധികളുമുണ്ട്, നിഷേധങ്ങളുമുണ്ട്, ചെയ്യണമെന്നുണ്ട്, ചെയ്യരുന്നുണ്ട്. രാമായണത്തിലെ കഥാപാത്രങ്ങളൊക്കെ അങ്ങനെയാണ്. മനുഷ്യ ജീവിതത്തിൽ കാണപ്പെടുന്ന സകല കഥാപാത്രങ്ങളും അവരുടെ ധർമ്മം എന്താണെന്ന് വാൽമീകി വ്യക്തമാക്കിയിരിക്കുകയാണ്. ഓരോരുത്തരുടെയും ധർമ്മം എന്താണ്? ധർമ്മം എന്ന് വെച്ചാൽ കടമകളാണ്. അമ്മയുടെ കടമ മാതൃത്വം, പിതാവിൻ്റെ കടമ പിതൃത്വം, സഹോദരന്റെ കടമ സാഹോദര്യം അല്ലെങ്കിൽ ഭ്രാതൃത്വം, കൂട്ടുകാരുടെ കടമ സഖ്യത. എത്ര കടമകളാണ് ഈ ജീവിതത്തിലുള്ളത്! പുത്രധർമ്മം, ഇങ്ങനെ ധർമ്മങ്ങൾ നിറച്ചിരിക്കുകയാണ്. ഇത് മുഴുവനും കഥാപാത്രങ്ങളോട് കൂടി വരച്ചു കാണിക്കുകയാണ്. അതിൽ ഏതാനും 2-3 മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, എല്ലാം ഒന്നും പറയാൻ നമുക്ക് സമയം കിട്ടില്ല. മാതൃത്വം എന്നുള്ളത് ആ ഒരു ധർമ്മം എന്താണെന്ന് കാണിക്കാൻ വേണ്ടി 3 അമ്മമാരെ അവതരിപ്പിച്ചു. 3 പ്രദർശനശാലകളാണ്. ഈ ഓരോ എക്സിബിഷൻ സ്റ്റാളിന് മുമ്പിലും വാൽമീകി നിൽപ്പുണ്ട്. കടന്നു വരൂ, ഓരോരുത്തരെ പരിചയപ്പെടുത്തും. ഇവരെ പോലെ ആവണോ? വാങ്ങിച്ചോണ്ട് പോക്കോളൂ, അല്ലയോ വിട്ടുപോക്കോളൂ. ഇത് ഓരോ കഥാപാത്രങ്ങളും കൂടി വാൽമീകി കാണിക്കുന്നു. ആദ്യത്തെ സ്റ്റാള് കൗസല്യാണ്, രണ്ടാമത്തെ സ്റ്റാള് സുമിത്രയാണ്, മൂന്നാമത് കൈകേയിയാണ്. ഈ 3നും കടത്തി വിട്ടാൽ നിങ്ങൾ ആരെ പോലെ ആവും? കൈകേയിയെ പോലെ ആവില്ല എന്നുള്ളത് ഉറപ്പാണ്, എല്ലാവർക്കും അറിയാം. എന്തുകൊണ്ടാണ് കൈകേയിക്ക് ഇങ്ങനെ സംഭവിച്ചത്? കൈകേയി രാമാഭിഷേകം എന്ന് കേട്ടപ്പോൾ ഏറ്റവും ആഹ്ലാദിച്ചവളാണ്, കൗസല്യേക്കാൾ കൂടുതലായിട്ട്. ഈ രാമൻ നാളെ അഭിഷിക്തനാകുന്നു എന്ന് വാർത്ത വന്നറിയിക്കുന്ന തോഴിക്ക് തൻ്റെ കയ്യിൽ കിടന്ന സ്വർണ്ണവളകൾ ഉരി ദാനം ചെയ്തവളാണ് ഈ കൈകേയി. നല്ല വാർത്തയാണെന്ന് പറഞ്ഞത്. ആനന്ദം കൊണ്ട് തുന്തിലയായി തൻ്റെ കയ്യിലുണ്ടായിരുന്ന വളകളൊക്കെ ഊരി അവൾക്ക് ദാനം ചെയ്തു കൊടുത്തു, സ്വർണ്ണവള, സന്തോഷം പറഞ്ഞതിന്. ആ കൈകേയിയാണ് ഇത്രയധികം ദുഷിക്കാൻ കാരണമായത്. എന്തു പറ്റിയത്? മന്ഥരയുടെ ദൂഷിത വലയത്തിൽ അകപ്പെട്ടു. നമുക്കറിയാം, ഏതു മാതൃത്വവും മന്ഥരയെ പോലെയുള്ള ഏഷണിമാരുടെ കയ്യിൽ അകപ്പെട്ടാൽ ദുഷിക്കുക തന്നെ ചെയ്യും. നമ്മുടെ വീടിൻ്റെ അടുക്കളകൾ തോറും ഇങ്ങനെ കുറേ മന്ഥരമാർ ഓരോ ദിവസവും കയറി ഇറങ്ങി നടക്കുന്നുണ്ടാവും. അവരെ സൂക്ഷിക്കണം. അതിനുവേണ്ടിയാണ് മന്ഥര എന്ന ഒരു കഥാപാത്രത്തെ ഇങ്ങനെ കൊണ്ടത്. മന്ഥരയുടെ ദൂഷിത വലയത്തിൽ അകപ്പെട്ടുപോയി കൗസല്യയുടെ മാതൃത്വം ദുഷിച്ചു. നമ്മുടെ വീടിൻ്റെ അടുക്കളയെ അയലോക്കത്തു നിന്നൊക്കെ വരുന്ന ആൾക്കാർ, ബന്ധുക്കൾ, സുഹൃത്തുക്കളൊക്കെ പറയും, ദാ നിങ്ങളെ ഭർത്താവ് ഇന്ന ദിക്കിൽ ഇന്നാരുമായി സംസാരിച്ച് വെറുതെ സമയം കളയുന്നത് ഞാൻ കണ്ടു. ഇത്ര മാത്രം മതി. പിന്നെ ചോദ്യവും പറച്ചിലൊന്നുമില്ല. പിറ്റേ ദിവസം കൊണ്ട് ബഹളമായി. ആ കുടുംബത്തിലെ സ്വാതന്ത്ര്യം, സ്വസ്ഥത മുഴുവൻ കളയും. ഇങ്ങനെയുള്ള ദൂഷിത വലയത്തിൽ അകപ്പെടരുത് എന്ന് കാണിക്കാനാണ് എന്താ കൈകേയി അവതരിപ്പിച്ചത്. അങ്ങനെ അകപ്പെട്ടാൽ ആ കുടുംബം മുഴുവൻ തകർന്ന് തരിപ്പണമാകും. അയോധ്യ രാജധാനിയിലെ രാജകുടുംബം മുഴുവൻ കണ്ണീരിലാർന്ന് തകർന്ന് തരിപ്പണമായ രംഗമാണ് പിറ്റേ ദിവസം കാണാൻ പറ്റുന്നത്. ആ കുടുംബം മാത്രമല്ല, ആ രാജധാനി മുഴുവൻ, ആ നഗരം മുഴുവനും കണ്ണീരിലാക്കി. ഒരമ്മ വിചാരിച്ചാൽ അത് പറ്റും. മാതൃത്വം ദുഷിച്ചാൽ ആ അമ്മയും ആ കുടുംബവും ആ നാടും മുഴുവൻ ദുഷിക്കാൻ കാരണം. ഇതൊന്ന് വരച്ച് കാണിക്കാനാണ് കൈകേയി ഇങ്ങനെ കൊണ്ടത്. അപ്പം ഇങ്ങനെ ഒരു പ്രദർശനശാല. ഇനിയും തൊട്ടപ്പുറത്ത് സാഹോദര്യത്തിൻ്റെ, ഇപ്പം നമ്മൾ കണ്ടു രാമലക്ഷ്മണന്മാരുടെ സാഹോദര്യം ദൃഢമാണ്. അന്തിമ നിമിഷം വരെയും യമധർമ്മൻ വിചാരിച്ചാൽ പോലും മാറ്റി നിർത്താനാവാത്ത സാഹോദര്യമാണ്. അത്രയ്ക്ക് ദൃഢമാണ്. ആര് വിചാരിച്ചാലും രാമലക്ഷ്മണന്മാരെ അകറ്റാൻ പറ്റില്ല. ഇത് സാഹോദര്യത്തിൻ്റെ ദൃഢമായ ഒരു ഉദാഹരണം കാണിച്ചു തരികയാണ്. തൊട്ടപ്പുറത്ത് 2 സഹോദരന്മാരുണ്ട്, ബാലി സുഗ്രീവന്മാർ.
കിഷ്കിന്ധയും സാഹോദര്യത്തിന് ഉടമകളാണ്. ജ്യേഷ്ഠനെ പേടിച്ച് ഒരു പർവ്വതത്തിന് മുകളിൽ പോയി ഒളിഞ്ഞു താമസിക്കുന്ന അനുജൻ. അനുജനെ വഴിക്കെങ്ങാനും കണ്ടാൽ കുത്തി മലർത്താൻ ഒരു കത്തി എളിയെ കരുതിക്കൊണ്ട് ഓടി നടക്കുന്ന ജ്യേഷ്ഠൻ. ഇവിടെ കാണുന്ന കാഴ്ചയല്ലേ, ഇന്നും കാണുന്ന കാഴ്ചയാണ്. ഇങ്ങനെ ഒരു സാഹോദര്യം തൊട്ടപ്പുറത്തെ സ്റ്റാളിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. വേണോ, വന്ന് കണ്ടു വാങ്ങിച്ചോളൂ. അങ്ങനെ ഒരു സഹോദരനാവാൻ ആരെങ്കിലും ആഗ്രഹിക്കുമോ? ഇല്ല. പിന്നെ എന്തിനാ അവതരിപ്പിച്ചു? ആവരുതെന്ന് കാണിക്കാൻ. അവിടെ തന്നെയുണ്ട് രണ്ട് പക്ഷികളുടെ സാഹോദര്യം. എന്നോ മരിച്ചുപോയ അനുജന്റെ വാർത്ത കേട്ടപ്പോൾ കണ്ണീരിൽ കുതിർന്ന് സമുദ്രത്തിൽ പോയി നിന്ന് ഓരോ കൈക്കുടന്ന വെള്ളം കോരിയെടുത്ത് ഉദകർമ്മം ചെയ്യുന്ന ഒരു ജ്യേഷ്ഠൻ പക്ഷിയാണ്. രാമായണത്തിലെ കാണാൻ പറ്റൂ. രണ്ട് സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധമാണ്. എന്നോ മരിച്ചുപോയി എന്നറിഞ്ഞപ്പോഴാണ് ആ അനുജന് വേണ്ടി ഒരു കൈക്കുടന്ന വെള്ളം ഉദകർമ്മം ചെയ്യാൻ ഈ പക്ഷി തയ്യാറായി. അക്കരെയുണ്ട് മൂന്ന് സഹോദരന്മാർ, രാവണ, കുംഭകർണ, വിഭീഷണന്മാർ. സാഹോദര്യത്തിന് മറ്റൊരു ഭാവമാണ്. ജ്യേഷ്ഠനെ എത്ര ഉപദേശിച്ചാലും നന്നാവില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ജ്യേഷ്ഠന്റെ കൂടെ താമസിക്കാൻ തയ്യാറായി കുംഭകർണൻ. എത്ര പ്രാവശ്യം പറഞ്ഞു സീതയെ കൊണ്ട് കൊടുക്കൂ, ശരിയല്ല ശരിയല്ല എന്ന്. അങ്ങനെ പറഞ്ഞാൽ കേൾക്കില്ല, ഞാൻ കൂടെ നിൽക്കുന്നില്ല. അല്ല, കൂടെ നിന്ന് അന്തിമ നിമിഷം വരെ കേൾക്കാൻ ശ്രമിക്കുക. അതൊരു സാഹോദര്യത്തിന്റെ ഒരു കടമയാണ്. വിഭീഷണൻ അങ്ങനെയല്ല വിചാരിച്ചത്. ഇയാളുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ സ്വധർമ്മം കൂടി നശിച്ചു പോകും, എന്തായാലും പറഞ്ഞാൽ കേൾക്കില്ല, ഒരിക്കലും ധാർമ്മികമായ വഴി കൂടെ നീങ്ങില്ല. അതുകൊണ്ട് തൻ്റെ ഓഹരി വാങ്ങി അക്കരെ പോയി വേറൊരു വീട് വാങ്ങിച്ച് അവിടെ താമസിച്ചു. ഇന്നത്തെ സഹോദരന്മാരെ പോലെ തന്നെ. ഇതൊക്കെ എത്ര കാലം മുമ്പ് വാൽമീകി വരച്ചു കാണിച്ചു. സാഹോദര്യ ബന്ധം എങ്ങനെയൊക്കെ വഷളാകാം, എങ്ങനെ ദൃഢമാകാം, എങ്ങനെ ഉറപ്പിക്കാം എന്നിങ്ങനെ മാതൃത്വം, പിതൃത്വം, സാഹോദര്യം, സുഗ്രീവനും രാമനും കൂടി ചെയ്ത സഖ്യത കൊണ്ട് സഖ്യത എങ്ങനെ സഖാവായി ജീവിക്കണം എന്ന്, ദാസ്യഭാവം എങ്ങനെ വേണമെന്ന് ഹനുമാനിലൂടെ ഇങ്ങനെ എത്ര തരത്തിൽ മനുഷ്യജീവിതത്തിൽ നിലനിർത്തേണ്ട ഭാവങ്ങൾ, ധർമ്മങ്ങൾ എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും എന്ന് രാമായണം വരച്ചു കാണിക്കാം. അപ്പം ഈ രാമലക്ഷ്മണന്മാരെന്ന രണ്ട് പുത്രന്മാർ, അവരെ ജാഗ്രതത്തിൻ്റെയും സ്വപ്നത്തിൻ്റെയും പ്രതീകമായതുകൊണ്ട് അവരിലേക്കാണ് ആത്മവിദ്യ സംക്രമിപ്പിക്കേണ്ടത്. ഇവരുടെ പാഠശാലയിൽ എല്ലാ വിജ്ഞാനങ്ങളും വിദ്യകളും ശാസ്ത്രങ്ങളും പഠിച്ചവരാണ്, ആയോധന വിദ്യയും പഠിച്ചവരാണ്. പക്ഷേ വിശ്വാമിത്ര മഹർഷി വന്ന് അവർക്ക് ജ്ഞാനോപദേശം കൊടുക്കാൻ വേണ്ടി വിളിച്ചുകൊണ്ട് പോവാണ്. ആത്മജ്ഞാനത്തിന്റെ ഉപദേശം കയ്യിലുണ്ടെങ്കിലേ കരുത്തുണ്ടാവുകയുള്ളൂ. എന്തൊക്കെ പഠിച്ചോട്ടെ, പഠിപ്പുകൊണ്ട് കരുത്തു നേടണമെങ്കിൽ ആത്മജ്ഞാനിയാവണം, ആത്മബോധം വേണം. ഇത് ഉണ്ടാക്കി കൊടുക്കണം കുട്ടികൾക്ക്. അതുകൊണ്ടാണ് വിശ്വാമിത്രൻ കൂടെ പറഞ്ഞയക്കുക. ഇനിയും ആത്മജ്ഞാനം കുട്ടികൾക്ക് ഉപദേശിച്ചു കൊടുക്കണമെങ്കിൽ അവരെ ഒന്ന് പ്രിപ്പയർ ചെയ്യണം, പാകപ്പെടുത്തണം. ആദ്യം ചെയ്യേണ്ടത് ശരീരധർമ്മങ്ങളെ എന്ത് ചെയ്യാൻ പറഞ്ഞാൽ അടക്കി നിർത്താൻ പഠിപ്പിക്കണം. ശരീരത്തിന് അളക്കാനാവാത്ത ധർമ്മങ്ങൾ ദാഹവും വിശപ്പും ഉറക്കവുമാണ്. അതിനെ നിയന്ത്രിച്ച് നിർത്താനുള്ള രണ്ട് മന്ത്രം ഉപദേശിച്ചു കൊടുത്തു, വിലയും അതിവിലയും. അതുകൊണ്ട് ശരീരധർമ്മത്തെ അടക്കി നിർത്താൻ അവരെ പഠിപ്പിച്ചു. ഇനിയും വേണ്ടത് മനസ്സിന്റെ ധർമ്മമാണ്. മനസ്സിന്റെ അടക്കാനാവാത്ത ധർമ്മം കാമമാണ്. കുട്ടികളായിരിക്കുമ്പോൾ ഏറ്റവും അധികം കാമനകൾ ഉള്ളിൽ നിറയും. ഒരു ദിവസം എത്ര കാമനകൾ വരും. എന്ത് കണ്ടാലും വേണം 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 എന്ന മോഹമുള്ളൂ. എന്തിനാണെന്നറിയത്തില്ല. കുട്ടികൾക്ക് അങ്ങനെയാണ്. അവരെ കൊണ്ട് കടയിൽ പോയാൽ കാണുന്നതെല്ലാം അവർക്ക് വേണം. ഇത് അവർക്ക് ഒരു ഉപയോഗമില്ലാത്ത നമുക്കറിയാം, പക്ഷെ പറഞ്ഞാൽ മനസ്സിലാവണ്ടേ. കാരണം കാമനകൾ കൊണ്ട് നിറയുന്നതാണ് ഈ മനസ്സ്. അവിടെ ആത്മവിദ്യ ഉപദേശിക്കാൻ പറ്റില്ല. അപ്പൊ കാമത്തെ ഇല്ലായ്മ ചെയ്യണം. കാമസ്വരൂപിണിയായ താടകയെ കാണിച്ചു കൊടുത്തു.
അങ്ങനെ കാമത്തെ ഇല്ലാതാക്കിയാൽ കാമത്തിൻ്റെ സഹോദരന്മാർ പുറത്തു വരും. ആരാണ്? രാഗവും ദ്വേഷവും, മാരീചനും സുബാഹു. മാരീചൻ രാഗത്തിന്റെ പ്രതീകമാണ്, സുബാഹു ദേഷ്യത്തിന്റെ പ്രതീകം. സുബാഹുവിനെ ഇല്ലാതാക്കണം. കാമത്തിൽ നിന്ന് ദേഷ്യം ഉണ്ടാവുകയുള്ളൂ, കോപം ഉണ്ടാവുകയുള്ളൂ. ആ കോപത്തെ ഇല്ലായ്മ ചെയ്യണം. സുബാഹുവിനെ കൊന്നുകളഞ്ഞു. രാഗത്തെ കൊല്ലരുത്. രാഗം വേണം കുട്ടികളിൽ. നല്ല വിഷയത്തിലേക്ക് തിരിച്ചു വിടണം. ഈശ്വരനിലേക്ക്, ആധ്യാത്മികതയിലേക്ക്, നല്ല വിഷയത്തിലേക്ക് തിരിച്ചു വിടണം. രാഗത്തെ നശിപ്പിക്കരുത്. അതുകൊണ്ട് മാരീചനെ കൊന്നില്ല. അമ്പെയ്ത് കടലിലെറിഞ്ഞ് പരിശുദ്ധനാക്കി അക്കരെ കടത്തി ആശ്രമം കെട്ടി ഭക്തനായിട്ട് താമസിപ്പിച്ചു. ഇതല്ലേ രാമായണത്തിലെ കഥ. അങ്ങനെ രാഗത്തെ നന്നാക്കി വിട്ടില്ലെങ്കിൽ അത് വളർന്ന് അനുരാഗമായി തീരും. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എത്ര മനോഹരമായ ഒരു ചികിത്സാ സമ്പ്രദായമാണ് മനുഷ്യ ജീവിതത്തിൽ കൂടി വാൽമീകി ആവിഷ്കരിച്ചത്. അങ്ങനെ ആത്മവിദ്യ നേടാനുള്ള ഒരുക്കം ശരീരത്തിനും മനസ്സിനും ഉണ്ടായി. ഇനിയും ബുദ്ധിയിൽ കാലാന്തരങ്ങളായി കെട്ടിക്കിടക്കുന്ന ചില പ്രാരബ്ധ കർമ്മങ്ങളുടെ സംസ്കാരം കല്ലുപിടിച്ച് കിടപ്പുണ്ടാവും. അതും കൂടി അലിയിപ്പിച്ച് കളഞ്ഞിട്ട് വേണം ആത്മവിദ്യ ഉപദേശിക്കാൻ. അതുകൊണ്ട് അവിടെ കല്ലിന്റെ സ്വരൂപത്തിൽ കണ്ട അഹല്യയെ കാണിച്ചു കൊടുത്തു. ആ കല്ല് അലിയിച്ച് പ്രാരബ്ധ കർമ്മങ്ങളൊക്കെ ക്ഷയിച്ചു. മനസ്സ് ശുദ്ധമായി. ഇനിയും ജനകന്റെ രാജധാനിയിലേക്ക് പോകാം. ജനകൻ ആരാണ്? വിദേഹൻ എന്നൊരു പേരുണ്ട്. ദേഹം ഞാനല്ല എന്ന് വിചാരിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് ആത്മവിദ്യ ഉപദേശങ്ങൾ. ശരീരം ഞാനല്ല, ഇന്ദ്രിയം ഞാനല്ല, മനസ്സ് ഞാനല്ല, ബുദ്ധി ഞാനല്ല, ജീവൻ ഞാനല്ല. ഇങ്ങനെ വിചാരിക്കുന്ന ഒരാൾക്ക് ആത്മവിദ്യ ഉപദേശങ്ങളുള്ളൂ. അതുകൊണ്ട് വിദേഹത്തിലേക്ക് പറഞ്ഞയച്ചു. ഞാൻ ദേഹമല്ല എന്നുള്ള ഉടമസ്ഥനാണ്. അവിടുന്നാണ് ആത്മവിദ്യ കിട്ടേണ്ടത്. ജനകന്റെ രാജധാനി ആത്മവിദ്യയുടെ ഒരു വലിയ പാഠശാലയാണ്. ഭാരതത്തിലെ ഋഷിമാരെല്ലാം അവിടെ വന്ന് ആധ്യാത്മികത പഠിച്ചു പോയവരാണ്. എല്ലാ ഋഷിമാരുടെ കഥ എടുത്തോളൂ. അവിടെ നിന്നാണ് ഇവരെല്ലാം പഠിച്ചു പോയത്. അവിടെ രാവിലെ സൂര്യോദയം മുതൽ അസ്തമയം വരെ എല്ലാ ദിവസവും ഈ പാഠശാല പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. ആർക്കൊക്കെ കയറി വന്നിരിക്കാം, പഠിക്കാം. ജനകന്റെ മഹത്വമല്ല. ആ ജനകന്റെ മകളാണ് സീത. ഈ സീത ജനകന്റെ രാജധാനിയിൽ വളരുന്നത് എല്ലാ സുഖസമൃദ്ധിയുടെയും അനുഭവങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ്. ധാരാളം സ്വർണ്ണാഭരണങ്ങൾ, വിശിഷ്ട വസ്തുക്കൾ, നൂറുകണക്കിന് തോഴിമാർ, കുളിപ്പിക്കാൻ ഒരാൾ, പൊട്ടുതൊടിക്കാൻ ഒരാൾ, കണ്ണെഴുതിക്കാൻ ഒരാൾ, വസ്ത്രമണിയിക്കാൻ ഒരാൾ, ഒരു കാതിലെ കമ്മൽ അണിയിക്കാൻ ഒരു തോഴി, മറ്റേ കാതിലെ കമ്മൽ അണിയിക്കാൻ വേറൊരു തോഴി. എത്ര തോഴിമാരാണ്! ഭക്ഷണം കൊടുക്കാൻ, പിന്നെ ഊഞ്ഞാലാടാൻ, പന്ത് കളിക്കാൻ, ഇങ്ങനെ തോഴിമാരുടെ ഇടയിൽ കളിച്ചു വളർന്നവളാണ് സീത. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് കളി പൂർത്തിയാക്കിയിട്ട് തിരിച്ച് അച്ഛനടുത്ത് വന്നിരിക്കും. അപ്പോൾ ഇവിടെ വേദാന്ത വിജ്ഞാനത്തിന്റെ ക്ലാസ്സാണ്. സീത 2 മണിക്കൂർ ഇടുന്ന കേൾക്കും. അത് മടുക്കുമ്പോൾ പിന്നെയും കളിക്കാൻ പോകും. കളി മടുക്കുമ്പോൾ പിന്നെയും വരും. ഒരു ദിവസം പല പ്രാവശ്യം ഇത് കേൾക്കും. ചെറുപ്പം മുതലേ അച്ഛൻ്റെ അടുക്കൽ നിന്നും വീടിൻ്റെ പാഠശാലയിൽ നിന്നും ഈ ആത്മവിദ്യ സീത കൈക്കലാക്കി. എന്തായാലും ഗുണം? നല്ല കരുത്ത് കിട്ടി. നല്ല കരുത്തുള്ള കഥാപാത്രമാണ് സീത. ആത്മവിദ്യയുടെ കരുത്താണ് ഏറ്റവും വലിയ കരുത്ത്. ബാക്കിയൊക്കെ നഷ്ടപ്പെടും. ബുദ്ധിയിൽ നല്ല കരുത്താണ്. ഈ സീത അയോധ്യയിൽ നിന്നും, മിഥിലയിൽ നിന്നും അയോധ്യയിലേക്ക് പോകുന്നു. രാമനെ അവിടെ കൊണ്ടിരുന്നു. ആത്മവിദ്യ സ്വീകരിപ്പിക്കുന്നു. ഇതായിരുന്നു വിശ്വാമിത്രന്റെ ലക്ഷ്യം. അത് പൂർത്തിയായി.
ഇനിയും ഈ രാമൻ എന്ന ഈ ജീവാത്മാവിനെ ഭൗതിക ലോക ജീവിതത്തിലേക്ക് ഇറങ്ങിയാൽ ഒരു പ്രശ്നം വന്നാലും നേരിടാനുള്ള കരുത്ത് കിട്ടും. ആരാണ്? ഫീത എന്ന ആത്മവിദ്യ കൂടെയുണ്ട്. ബാലകാണ്ഡത്തിലെ വിഷയം അത്രേ ഉള്ളൂ. ഇനിയും അയോധ്യാകാണ്ഡത്തിലേക്ക് കടക്കുമ്പോൾ ഈ ഫീതയും രാമനും അനുഭവിക്കുന്ന ദുഃഖ പരമ്പരകൾ, ദുരിതങ്ങൾക്ക് കണക്കില്ല. മനുഷ്യജീവിതം അങ്ങനെയാണ്. വിവാഹം കഴിഞ്ഞാൽ അപ്രതീക്ഷിതമായി, നിരൂപിക്കാതെ പല ദിക്കിൽ നിന്നും എത്രയെത്രയോ പ്രശ്നങ്ങൾ കടന്നു വരും. അതിനെയൊക്കെ അതിജീവിക്കാനുള്ള കരുത്ത് വേണം രണ്ടുപേർക്കും. ഫീത കൂടെയുള്ളത് കൊണ്ട് രാമനും കരുത്തുണ്ട്, ഫീതയ്ക്ക് നല്ല കരുത്താണ്. ഇങ്ങനെ സുഖസമൃദ്ധി ജീവിച്ച മിഥിലയിൽ നിന്നും അയോധ്യയിലേക്ക് ചെല്ലുമ്പോൾ ഫീതയ്ക്ക് നേരിടേണ്ടി വന്നത് 3 അമ്മായിയമ്മമാരെയാണ്. ഒന്നല്ല, 3 പേരെ. 3 പേരും 3 സ്വഭാവക്കാരാണ്. 3 പേർക്കും 100 കണക്കിന് തോഴിമാരുണ്ട്. ഈ തോഴിമാരുമായിട്ട് പൊരുത്തപ്പെടാൻ ഒരു കാരണവശാലും പറ്റില്ല. അത്രയ്ക്ക് ബഹളമായിരിക്കും. നോക്കൂ, സീത അനായാസമായിട്ടും ഈ 3 അമ്മമാരോടും അവരുടെ തോഴിമാരോടും പൊരുത്തപ്പെട്ട് ജീവിച്ചു. ഇത് എവിടെ നിന്ന് കിട്ടി? ഈ പൊരുത്തപ്പെടാനുള്ള കരുത്ത്, ഉള്ള അറിവ് അച്ഛൻ്റെ പാഠശാലയിൽ നിന്നും ചെറുപ്പത്തിൽ മുതലേ കിട്ടി. അത് ഫീത എന്ന കഥാപാത്രത്തിന്റെ ഏറ്റവും വലിയ കരുത്താണ്. ഇതും കൊണ്ടാണ് ഫീത മുമ്പോട്ട് പോകുന്നത്. അവിടെ 3 അമ്മമാർ മാത്രമല്ല, 3 അനുജന്മാരുണ്ട്. അവരുമായി പൊരുത്തപ്പെടണം. സാമന്ത രാജാക്കന്മാർ ഇഷ്ടം പോലെയുണ്ട്. മന്ത്രിമാർ അനവധിയുണ്ട്. പ്രജകളുണ്ട്. ഇവരൊക്കെ ആയിട്ട് പൊരുത്തപ്പെടണ്ടേ? ഈ പൊരുത്തപ്പെടാനുള്ള ഇന്നത്തെ കുട്ടികൾക്ക് ഇല്ലാത്തതും ഇതാണ്. ഒരു നേരത്തെ ഭക്ഷണത്തിനോട് പൊരുത്തപ്പെടാൻ പറ്റില്ല. ഇഡ്ഡലി ഞാൻ കഴിക്കില്ല, എനിക്ക് പുട്ട് മാത്രം മതി എന്ന് വാശി പിടിക്കുന്നവരാണ്. കഴിക്കാതിരിക്കും ഒരു ദിവസം മുഴുവൻ. ഒരു നേരത്തെ ഒരു ഭക്ഷണത്തിനോട് പൊരുത്തപ്പെടാനാവില്ല. സീതയ്ക്ക് ഈ കടുത്ത ജീവിതവുമായി പൊരുത്തപ്പെടാൻ, അയോധ്യയിലെ രാജധാനിയിലെ ജീവിത സാഹചര്യവുമായിട്ട് പൊരുത്തപ്പെടാൻ ഒരു വിഷമം ഉണ്ടായില്ല. എന്നു മാത്രമല്ല, തൊട്ടുടൻ തന്നെയാണ് രാമന്റെ വനവാസയാത്ര. കൊട്ടാരം ഉപേക്ഷിച്ച്, രാജ്യം ഉപേക്ഷിച്ച് വനത്തിലേക്ക് പോകാം. അപ്പോഴും സീതയ്ക്ക് നല്ല ആത്മധൈര്യം ഉണ്ടായി. ആരോടും സീത ചോദിച്ചില്ല. വസിഷ്ഠനോടും ചോദിച്ചില്ല, ഞാൻ കൂടെ പോണോ ചോദിച്ചില്ല. ചോദിക്കാത്ത എന്താണ്? തനിക്കറിയാം, താൻ പഠിച്ച പാഠങ്ങളിൽ നിന്ന് തനിക്ക് നല്ല അവബോധമുണ്ട്, ഭർത്താവിൻ്റെ കൂടെ തന്നെ പോകണം എന്ന്. വേണമെങ്കിൽ സീതയ്ക്ക് പറയായിരുന്നു, 14 വർഷമല്ലേ ഉള്ളൂ, പോയി വരൂ, ഞാൻ രാജ്യം ഭരിച്ച് അച്ഛനെ അമ്മയൊക്കെ നോക്കി, അനുജന്മാരെയൊക്കെ നോക്കി, പ്രജകളെയൊക്കെ ഭരിച്ച് ഞാൻ ഇവിടെ തന്നെ ഇരിക്കാം, അങ്ങ് പോയി വരൂ എന്ന് പറഞ്ഞയക്കാമായിരുന്നു. ഒന്നും സീത ചെയ്തില്ല. ഇതാണ് സീതയുടെ ആത്മവിദ്യയുടെ പാഠത്തിൻ്റെ ഗുണം. അതും വെച്ചുകൊണ്ട് സീത അനായാസമായിട്ടും രാമൻ്റെ അവിടെ കാട്ടിൽ പോയി. അവിടെ ഏതെങ്കിലും പാറപ്പുറത്ത് കിടന്നുറങ്ങണം. രാത്രി എന്നില്ല, പകലെന്നില്ല. ദുഷ്ടമൃഗങ്ങളുണ്ട്. ധാരാളം കാട്ടുചോലയിലെ വെള്ളം ദാഹിക്കുമ്പം കുടിക്കാം. കാട്ടുപഴങ്ങളും കായ്കനികളും വിശക്കുമ്പം കഴിക്കാം. ഇത്ര മാത്രമേ ഉള്ളൂ. ഈ സീത എങ്ങനെയാണ് ജനകന്റെ കൊട്ടാരത്തിൽ വളർന്നത്? പൊരുത്തപ്പെടാൻ പറ്റിയില്ലേ? പിറ്റേ ദിവസം തിരിച്ച് മിഥിലേക്ക് പോകാൻ നോക്കിയോ? ഇല്ല. വേണേ ആയിരുന്നു, ഞാൻ പോവാണ്, എനിക്കിതൊന്നും പറ്റില്ല. അല്ല, ലൈവ് ഫീതേക്ക. ഇതിനൊന്നിനും ഫീത എന്ത് ചെയ്തില്ല? മുൻകൈ എടുത്തില്ല. അത് ഫീത എന്ന കഥാപാത്രത്തിന്റെ കരുത്താണ്. ഏത് ജീവിത സാഹചര്യത്തോടും പൊരുത്തപ്പെടുക. ഒന്നിനോടും പരാതിയില്ല, ഒന്നിനോടും കംപ്ലൈൻ്റ് ഇല്ല, തിരിച്ച് അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു സ്ത്രീ കഥാപാത്രത്തെ എത്ര ഭംഗിയായിട്ട് എത്രയോ ലക്ഷോപലക്ഷം വർഷം മുമ്പ് മെനഞ്ഞെടുത്ത ഋഷികവിയാണ് വാൽമീകി. ഇന്നും ഇത് പ്രസക്തമാണ്. ഇനിയും അതുകൊണ്ട് തീർന്നില്ല. ഈ സീതയുടെ കഥ ഇഷ്ടം പോലെ പറയാനുണ്ട്. ഞാൻ സമയക്കുറവൊന്നും മുഴുവൻ പറയില്ല. സീതയുടെ ഏറ്റവും വലിയ കരുത്ത് തെളിയുന്നത് ലങ്കയിൽ ശിംശപ വൃക്ഷത്തിന്റെ ചുവട്ടിൽ കൊണ്ട് ഏകയായി താമസിക്കുമ്പോൾ ഒരു ദിവസം 10 ശിരഫും 20 കൈയുമായി
സമസ്ത ആടയാഭരണങ്ങൾ അണിഞ്ഞ് സൗന്ദര്യത്തിന്റെ മൂർത്തിമത് ഭാവമായി രാവണൻ മുമ്പിൽ വന്ന് പ്രണയാഭ്യർത്ഥന നടത്തുമ്പോൾ സീത ഒരു പുൽക്കിഴി എടുത്ത് നുള്ളിയിട്ടിട്ട് രാവണനോട് പറഞ്ഞൊരു വാചകമുണ്ട്: എന്നെ തൊടില്ല, എന്നെ സ്പർശിക്കാൻ തനിക്കാവില്ല, എൻ്റെ ആത്മവിദ്യയുടെ കരുത്ത് ഒരു പുരുഷനും എന്നെ സ്പർശിക്കാൻ പറ്റില്ല. ഇങ്ങനെ ആർക്ക് പറയാൻ പറ്റും? മറ്റൊരു പരപുരുഷനും എന്നെ സ്പർശിക്കാൻ ആവില്ല, എൻ്റെ കരുത്ത് അത്ര നല്ല കരുത്താണ്. ഈ കരുത്തുള്ള ഒരു സ്ത്രീക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റുമോ മാറി നിൽക്കൂന്ന്? ഇന്ന് ആരും പറയില്ലല്ലോ. ഇന്ന് ബുദ്ധിക്കല്ല സ്ഥിരത, മനസ്സിന്റെ ചാഞ്ചല്യമാണ്. ഏതെങ്കിലും പുരുഷൻ അടുക്കൽ വന്ന് പ്രണയാഭ്യർത്ഥനയായിട്ട് വന്നാൽ വേണോ വേണ്ടയോ വേണോ വേണ്ടയോ കുറെ ആശങ്കിച്ച് അവസാനം ഇയാൾ തട്ടിക്കൊണ്ടുപോകും. അയാളുടെ പുറകെ പോകും എന്നർത്ഥം. എന്നിട്ട് എന്ത് ചെയ്യും? ബലാത്സംഗം ചെയ്തു, പിറ്റേ ദിവസം വലിയ വാർത്തയായി. ഇതിനൊന്നിനും ഒരു പുരുഷനും തൊടാൻ ആഗ്രഹിക്കാൻ ചിന്തിക്കാൻ പറ്റില്ല. പറ്റില്ല എന്ന് പറയാനുള്ള ഒരു ആത്മധൈര്യത്തിന്റെ ബലമുണ്ടെങ്കിൽ ആ ഒരു ശക്തിയുടെ തേജസ് കൊണ്ട് ഇയാൾ അടുക്കില്ല. അതില്ല ഇന്നത്തെ ഒരു കുട്ടികൾക്കും ഇല്ല. അവിടെയാണ് രാമായണത്തിന് ഏറ്റവും വലിയ വിജയം. ചെറുപ്പം മുതൽ കിട്ടേണ്ട ആത്മവിദ്യയുടെ പാഠത്തിന്റെ മഹത്വം അവിടെയാണ്. കൗമാര ആചരേത് പ്രാജ്ഞഃ ധർമ്മൻ ഭാഗവതാനിഹ എന്ന പ്രഹ്ലാദനെ കൊണ്ട് പറയിച്ചത് തന്നെയാണ്. ആ ചെറുപ്പത്തിലേ കിട്ടണം. ഇന്നെവിടെ കിട്ടാൻ? വീട്ടിലില്ല, നാട്ടിലില്ല, കോളേജിലില്ല, സ്കൂളിലില്ല, പാഠശാലയിലില്ല. അനൗപചാരികമായുള്ള വിദ്യാഭ്യാസ മാർഗം തീരെ കുറവും. എവിടെ നിന്ന് കിട്ടും? എങ്ങൊന്നും കിട്ടില്ല. ഓരോ ദിവസവും അവരുടെ മനസ്സ് ചഞ്ചലമായിട്ട് ബലമില്ലാത്തവരായിട്ട് അബലകളായി ദുർബലകളായി മാറുകയാണ്. ഈ ഒരു കഥാപാത്രത്തെ ഇങ്ങനെ ഓരോരുത്തരെ കുറിച്ചുകൊണ്ട് പറയാൻ ഒരാളല്ല, ഓരോ കഥാപാത്രങ്ങളെയും ഇങ്ങനെ മെനഞ്ഞെടുത്താണ്. അത് കണ്ടുപഠിക്കാൻ, അറിയാൻ ഈ സീത അവസാനം വരെയും തൻ്റെ ആത്മവിദ്യയുടെ കരുത്ത് കാണിക്കുന്നത്. ഏറ്റവും കൂടുതൽ സീതാ പരിത്യാഗത്തിന്റെ വേളയിൽ ലക്ഷ്മണൻ വനത്തിൽ കൊണ്ട് രഥത്തിൽ താഴെ ഇറക്കി കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് തിരിച്ചിനിയും അയോധ്യയിലേക്കില്ല, ജ്യേഷ്ഠന്റെ ആജ്ഞയാണ് കാട്ടിലേക്ക് വിടാൻ. അപ്പോഴാ പറയുന്നത്, അന്ന് അതുവരെ അറിഞ്ഞില്ല. ലക്ഷ്മണൻ പോലും ദുഃഖത്തോടെ കണ്ണീർ വാർത്തുകൊണ്ടാണ് ഈ വാർത്ത അറിയിക്കുന്നത്. പെട്ടെന്ന് സീത ഒന്ന് ഞെട്ടി. രണ്ട് കണ്ണിൽ നിന്നും കണ്ണുനീര് തുള്ളി തുള്ളിയായിട്ട് വീണു. ഒരു നിമിഷം കൊണ്ട് ആ കണ്ണീര് തുടച്ചിട്ട് ലക്ഷ്മണൻ പറയും, കുമാര, ആര്യപുത്രനോട് ചെന്ന് പറഞ്ഞേക്കൂ, എനിക്ക് ഈ വനവാസ ജീവിതം സുഖമാണ്, എനിക്കൊരു ദുഃഖം ഉണ്ടാവില്ല. ഇത്ര കാലവും ഞാൻ വനത്തിലല്ലേ ജീവിച്ചത്. വനത്തിൽ ദുഷ്ടമൃഗങ്ങളും രാക്ഷസന്മാരും മാത്രമല്ല, ഋഷിമാർ ധാരാളമുണ്ട്. ആ ഋഷിമാരുടെ കൂടെ ജീവിക്കാൻ എനിക്കൊരു വിഷമവുമില്ല. അതുകൊണ്ട് അവരോട് പറഞ്ഞേക്കൂ, ആര്യപുത്രനോട് പറഞ്ഞേക്കൂ, എനിക്കൊരു ദുഃഖവും ഉണ്ടാവില്ല എന്ന്. ആര്യപുത്രനോട് പറഞ്ഞേക്കൂ, എനിക്കൊരു ദുഃഖമില്ല. ഇനിയും എന്നെ ഓർത്ത് ആര്യപുത്രൻ വ്യസനിക്കണ്ട. കാരണം രാജാവിനെ സംബന്ധിച്ച് ആദ്യത്തെ പത്നി ഭൂമിയാണ്. ഭൂപതി എന്നാണ് രാജാവിന്റെ പേര്. രണ്ടാമത്തെ പത്നിയാണ് ഞാൻ, അല്ലെങ്കിൽ സീത. അതുകൊണ്ട് രാജധർമ്മത്തിൽ ആദ്യത്തെ പത്നിയാണ് ഏറ്റവും ബലിഷ്ഠമായത്. അതിനെ സംരക്ഷിക്കൽ രാജധർമ്മമാണ്. അത് ചെയ്തേ മതിയാവുള്ളൂ. അതിനെ നിലനിർത്താൻ വേണ്ടി അടുത്ത പത്നിമാരെയോ അച്ഛനെയോ അമ്മയോ സഹോദരങ്ങളെയോ ഒക്കെ ഉപേക്ഷിക്കാം. അത് രാജധർമ്മമാണ്. ഈ രാജധർമ്മം രാമനെ ഓർപ്പിക്കുന്ന സീതയാണ്. സീത എന്ത് ബലിഷ്ഠമായ കഥാപാത്രമാണ്. യാതൊരു സങ്കടവും സീതയ്ക്കില്ല ഇതിൽ. എന്നല്ല, ആര്യപുത്രനെ കൂടി ആശ്വസിപ്പിക്കലാണ്. രാമൻ ചെയ്തത് സ്വധർമ്മമാണ്, രാജധർമ്മം ഇതാണ്, അതിൽ വ്യസനിക്കണ്ട. ഇപ്പോഴും രാമൻ സീതയെ ഉപേക്ഷിച്ചതിൽ
നമ്മുടെ നാട്ടിൽ ജനങ്ങൾക്ക് എപ്പോഴും പരാതിയാണ്. ഇതിൽ സീതയ്ക്കില്ല സങ്കടം, രാമനുമില്ല, പിന്നെ ആർക്കാണ് ഇന്നുള്ള നമുക്ക് മാത്രം. എന്തുകൊണ്ടാണ്? ഇതിനുള്ള ആത്മബലം നമുക്കില്ല. ഇങ്ങനെ രാമായണത്തിൽ കൂടി സഞ്ചരിച്ചു പോകുമ്പോൾ അതിബലിഷ്ഠമായൊരു കഥാപാത്രത്തെയാണ് സീതയിലൂടെ നമ്മുടെ കുടുംബ ജീവിതത്തിൽ എങ്ങനെ വേണം എന്ന് കാണിക്കാൻ. ഓരോ കഥാപാത്രങ്ങളുണ്ട്. രാമൻ എന്തുമാത്രം ദുഃഖങ്ങൾ അനുഭവിച്ചു. വിവാഹം കഴിഞ്ഞ് വന്നപ്പോൾ മുതൽ ഓരോ ദിവസവും എന്ത് വിഷമതകളാണ് അനുഭവിക്കുന്നത്. വനത്തിൽ പോയി, കാട്ടിൽ പോയി സീതയും കൊണ്ട് പോകുമ്പോഴും എത്ര എത്ര ആശ്രമങ്ങളിൽ കയറി ഇറങ്ങുന്നുണ്ട്. ശരഭംഗന്റെ ആശ്രമമുണ്ട്, അഗസ്ത്യന്റെ ആശ്രമമുണ്ട്, വാൽമീകിയുടെ ആശ്രമമുണ്ട്. അവിടെയൊക്കെ ചെന്ന് മഹർഷിമാരെ കണ്ട് അവരെ വന്ദിച്ച് ഉപദേശം തേടുകയാണ്. അവർ തന്നെ അത്ഭുതപ്പെട്ടു. അങ്ങ് എന്തിനാണ് ഞങ്ങളുടെ അടുക്കിലേക്ക് വരിക? ഞങ്ങളല്ലേ അങ്ങയുടെ അടുക്കിലേക്ക് വരേണ്ടത്? എങ്കിലും അങ്ങ് ഇപ്പോൾ മനുഷ്യരൂപത്തിൽ ഞങ്ങളുടെ മുമ്പിൽ വന്ന് വഴി കാണിച്ച് തരൂ എന്ന് ചോദിച്ചാൽ അത് ചെയ്യണം, ഞങ്ങളുടെ കടമയാണ്. ഈ വഴി പൊക്കോളൂ എന്ന് ഓരോരുത്തരും രാമന് വഴി കാണിച്ചു കൊടുക്കുകയാണ്. എവിടെയാണ് ഞാൻ താമസിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ വാൽമീകി പറഞ്ഞു, ഈ ലോകം മുഴുവൻ അങ്ങയുടെ താമസ സ്ഥലമാണ്. ഇനിയും പ്രത്യേകിച്ച് ഇന്നൊരു താമസിക്കണമെന്ന് പറയാൻ എനിക്ക് പറ്റില്ലല്ലോ, എങ്കിലും ഇവിടെ ആശ്രമം കിട്ടി താമസിച്ചുള്ളൂ. ഇത് മനുഷ്യജീവിതത്തിൽ കുടുംബജീവിതം ആരംഭിച്ചു കഴിഞ്ഞാൽ നൂറുകണക്കിനുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് സമാധാനം ഒരു ഗുരുവിനെ കണ്ട് നേടുന്നു. നമ്മെ പഠിപ്പിക്കാനാണ്. അല്ലെ, രാമന് ഇങ്ങനെ ആവശ്യമൊന്നുമില്ല. രാമനെ ആശ്രമത്തിലൊക്കെ പോയത് നമ്മളെ പഠിപ്പിക്കാനാണ്. കുടുംബജീവിതം ആരംഭിക്കുമ്പോൾ, ഗാർഹസ്ഥ്യം തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന എല്ലാത്തരം പ്രശ്നങ്ങൾക്കും ഏതെങ്കിലും ഗുരുക്കന്മാരെ കണ്ട് അവരിൽ നിന്നും അനുഗ്രഹം വാങ്ങി മുമ്പോട്ട് പോയാൽ മാത്രമേ ഈ കരുത്ത് കിട്ടുകയുള്ളൂ നേരിടാൻ. ദുഃഖത്തെ ഇല്ലാതാക്കാൻ പറ്റില്ല, ദുഃഖത്തെ നേരിടാനുള്ള കരുത്തുണ്ടാക്കിയെടുക്കണം. അതിനാണ് ഇതൊക്കെ പഠിക്കുന്നത്. ദുഃഖങ്ങൾ പരമ്പരകളായിട്ട് വന്നുകൊണ്ടേയിരിക്കും. രാമൻ എന്തുമാത്രം ദുഃഖങ്ങൾ അനുഭവിച്ചത്. ആ കാട്ടിൽ കൂടി പോകുന്ന സമയത്തെല്ലാം പിന്നെ ചിത്രകൂടത്തിൽ വെച്ച് അവരെ അനുജന്മാർ തിരിച്ചു വരുന്നു, അവരെ കണ്ടുമുട്ടുന്നു, പിതാവിൻ്റെ മരണവാർത്ത അറിയുന്നു, ദുഃഖിക്കുന്നു, ഉദകർമ്മം ചെയ്യുന്നു. ഇനിയും ആരും കാണാതിരിക്കാൻ വേണ്ടി കുറച്ചുകൂടെ കടുത്ത ദണ്ഡകവനത്തിലേക്ക് പോകുന്നു, പഞ്ചവടിയിലെത്തുന്നു, ശൂർപ്പണഖയെ കാണുന്നു, അവളെ ഒരു കണക്കിന് പരിഹരിച്ച് പറഞ്ഞയക്കുന്നു. അത് കഴിഞ്ഞ് ആ ദണ്ഡകവനത്തിലെത്തിയിട്ട് സീതയോട് പറയും, ഇത് കൊടും കാടാണ്, ഇവിടെ രാക്ഷസന്മാർ പോലും ഇപ്പം താമസിക്കാറില്ല, ദുഷ്ടമൃഗങ്ങൾ ഒട്ടുമേയില്ല, രാക്ഷസന്മാരൊക്കെ പോയിരിക്കുകയാണ്, മഹർഷിമാരൊക്കെ ഇവിടം വിട്ടു പോയിരിക്കുകയാണ്, രാക്ഷസന്മാരെ പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ഈ നിൽക്കുന്ന മരം ഒരു രാക്ഷസനാകും, മായയുടെ സ്വരൂപമാണ്. അതുകൊണ്ട് ആരെയും തിരിച്ചറിയാൻ പറ്റില്ല. സൂക്ഷിച്ചു പൊക്കോളൂ ലക്ഷ്മണ, അമ്പും വില്ലും കുലച്ച് കയ്യിൽ പിടിച്ചോളൂ. ഒരു കാറ്റായിട്ടായിരിക്കും ചിലപ്പോൾ രാക്ഷസൻ വരുന്നത്, അറിയാൻ പറ്റില്ല. ഇതൊക്കെ നന്നായിട്ടറിയാം. സിംഹാദികളായ ഒരു ദുഷ്ടമൃഗങ്ങളും ഈ കാട്ടിൽ താമസിക്കില്ല, ഇവരെ പേടിച്ചിട്ട്. ആ കാട്ടിലാണ് ഒരു മാനെ, അതും ഒരു പൊന്മാനെ, സ്വർണ്ണമാനെ. രാമൻ അറിയില്ലേ, സിംഹം പോലും വരാത്ത ഈ കാട്ടിലൊരു മാൻ എങ്ങനെ വരും? അതും ഒരു സ്വർണ്ണമാൻ, ഉറപ്പാണ്. പിന്നെന്താ രാമന് പറ്റിയത്? ബുദ്ധിശ്ചേത് അപധ്വന്മുഖി. ബുദ്ധി നിമിഷം വഴിവിട്ടു പോയാൽ കുതഹ അനർത്ഥ ചേത്, എങ്ങനെ അർത്ഥം ഉണ്ടാവാതിരിക്കും? ഇത് മനുഷ്യജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. ആത്മവിദ്യയുടെ കരുത്തോടുകൂടി നല്ല ധാർമ്മികമായ വഴിയിൽ കൂടി കുടുംബജീവിതം നയിച്ചു പോകുമ്പോഴും ഒരു നിമിഷം ബുദ്ധി ഏതെങ്കിലും വിഷയത്തിൽ വഴിപിഴച്ചു പോയാൽ, ഭൗതിക സമ്പത്തിൻ്റെ നേരെ, സ്വർണത്തിൻ്റെ നേരെ, സ്ത്രീകളുടെ നേരെ, വസ്തുക്കളുടെ നേരെ ഒരു നിമിഷം വഴി പിഴച്ചു പോയാൽ ഈ സമ്പാദിച്ചു വെച്ച ആത്മവിദ്യ നഷ്ടപ്പെടും. അങ്ങനെ ആരെ നഷ്ടപ്പെട്ടു? സീത നഷ്ടപ്പെട്ടു. സീത ആത്മവിദ്യയുടെ പ്രതീകാരം. അങ്ങനെ ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ പിന്നത് വീണ്ടെടുക്കാൻ കഠിന പ്രയത്നം വേണം. ഇനിയുള്ള രാമായണ കഥ മുഴുവനും സീതയെ, ആത്മജ്ഞാനത്തെ വീണ്ടെടുക്കാനുള്ള ഒരു വലിയ പ്രയത്നമാണ്. അതിന് ആദ്യം ചെയ്യേണ്ടത് എന്ത് ചെയ്യണം? ആത്മജ്ഞാനം നേടാൻ വേണ്ടി ഭക്തി ഉണ്ടാകണം.
നമ്മുടെ ഇതിഹാസ പുരാണങ്ങളൊക്കെ പറഞ്ഞതാണ്. അങ്ങനെ ഭക്തിയുമായി കൂട്ടുപിടിക്കണം. അതിനുവേണ്ടി ഹനുമാനെ രംഗത്തോടുന്നു. കാരണം ഭക്തിയുടെ പ്രതീകമാണ് ഹനുമാൻ. അങ്ങനെ ഹനുമാനെ കിട്ടിയാൽ, ഭക്തി ഉണ്ടായാൽ പിന്നെ വിവേകവും അവിവേകവും തമ്മിൽ തിരിച്ചറിയാൻ പറ്റും. അല്ലെ അറിയില്ല. ഇത് ഏതാണ് വിവേകം, ഇത് അവിവേകം തിരിച്ചറിയില്ല. ഈ വിവേകവും അവിവേകവുമാണ് ബാലി സുഗ്രീവന്മാർ. അവർ ഒരുപോലെ ഇരിക്കും. സുഗ്രീവന് പലപ്പോഴും തിരിച്ചറിയാൻ പോലും പറ്റില്ല. എന്താണ്? ഒരുപോലെ ഇരിക്കുന്നു, അമ്പ ചെയ്യാൻ പറ്റുന്നില്ല. രാമൻ പോലും വിഷമിച്ചു പോയി. മനുഷ്യ ജീവിതത്തെ അങ്ങനെയാണ്. വിവേകവും അവിവേകവും കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാതെ. അപ്പോഴാണ് ഭക്തിയുടെ സഹായത്തോടെ അവിവേകത്തെ നശിപ്പിച്ച് വിവേകവുമായി കൂട്ടുപിടിക്കുന്നു. സുഗ്രീവ സഖ്യം വിവേകവുമായി കൂട്ടുപിടിച്ചു. അങ്ങനെ കൂട്ടുപിടിച്ചാൽ മാത്രമേ ഇനിയും മുമ്പോട്ട് പോയി ആത്മജ്ഞാനത്തെ കണ്ടെത്താൻ പറ്റുള്ളൂ. അതിനുവേണ്ടി എന്ത് പ്രയത്നമാണ് രാമൻ ചെയ്തത്? 7 അഹോരാത്രങ്ങൾ ഉറക്കമൊഴിഞ്ഞിരുന്ന് യുദ്ധം ചെയ്തില്ലേ രാവണ നിഗ്രഹത്തിന്? ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടായിരുന്നു രാമന്? രാവണനെ കൊല്ലാൻ അറിയില്ലേ? അവസാനം അഗസ്ത്യൻ വന്ന് മന്ത്രം ഉപദേശിച്ച് ഇന്ന ആയുധം കൊണ്ട് കൊല്ലൂ എന്ന് പറയേണ്ടി വന്നില്ലേ? ഇതൊക്കെ മനുഷ്യജീവിതത്തിൻ്റെ തനിപ്പകർപ്പുകളാണ്. എന്ത് കഷ്ടതകൾ, വിഷമതകൾ, ആപത്തുകൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, അവിടെയൊക്കെ ഋഷിമാരുടെ ഉപദേശങ്ങൾ, ദേവന്മാരുടെ അനുഗ്രഹം, ഇതോടുകൂടി മാത്രമേ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. ഈ ഒരു നഷ്ടപ്പെട്ടുപോയ ആത്മജ്ഞാനത്തെ വീണ്ടെടുത്താൽ അതാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം. നമുക്ക് ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ സമ്പൂർണമായ കഥ രാമായണത്തിൽ കൂടി അവതരിപ്പിച്ച് കാണിച്ചല്ലേ. അതിൽ പങ്കെടുക്കാത്ത ഒരു കഥാപാത്രങ്ങളുമില്ല. നിറഞ്ഞു നിൽക്കുന്ന, പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ കഥയാണ് രാമായണ കഥ. അതിൽ കൂടി നഷ്ടപ്പെടാൻ പോകുന്ന സത്വബുദ്ധിയെ ഉറപ്പിച്ചുകൊണ്ടെന്ന്, ആ സത്വബുദ്ധി വളർന്ന് വളർന്ന് വലുതായാൽ തന്നെ രജസ് പോകും. രജസ് പോയാലേ തമസിനെ നശിപ്പിക്കാൻ പറ്റും. ബാലിയെ നിഗ്രഹിച്ചെങ്കിൽ മാത്രമേ രാവണനെ കൊല്ലാൻ പറ്റുള്ളൂ. അല്ല മറ്റൊരു കാരണമില്ല. അങ്ങനെ വീണ്ടും സത്വഗുണത്തിലേക്ക് വന്ന് ആ ധാർമ്മിക പക്ഷത്തിന് ഉടമസ്ഥനായി ജീവിക്കാൻ മനുഷ്യനെ പഠിപ്പിക്കുന്ന അതിമഹത്തായ ഒരു ഇതിഹാസ ഗാഥയാണ് രാമായണം. ധർമാർത്ഥ കാമമോക്ഷങ്ങൾ എവിടെ വർണ്ണിക്കുന്നുവോ അതിന് ഇതിഹാസം എന്നാണ് പേര്. ഇത് അനുസ്യൂതമായി വർണ്ണിച്ച് നമ്മെ ബോധ്യപ്പെടുത്തലാണ്. ഇതാണ് രാമായണ കഥയുടെ ലക്ഷ്യം എന്ന് ചുരുക്കി പറഞ്ഞുകൊണ്ട് രാമായണത്തിൻ്റെ ആധ്യാത്മികമായ ഒരു ചരടുണ്ട്. അതാണ് ഞാൻ ഈ അവതരിപ്പിച്ചത്. രാമകഥയ്ക്കകത്ത് ഒരു ആധ്യാത്മികതയുടെ ചരട് ഋഷി നിറച്ചു വെച്ചിട്ടുണ്ട്. ഇത് കണ്ടെത്തിയാൽ രാമായണം മനുഷ്യ ജീവിതത്തിൻ്റെ കഥയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ രാമായണത്തെ പഠിക്കാൻ ഈ വർഷത്തെ നമ്മുടെ രാമായണ മാസ ആചരണം, ഒരു കാലഘട്ടത്തിൽ രാമായണം വായിച്ചാൽ മാത്രം മതിയെങ്കിൽ ഇന്നത് പ്രചരിപ്പിക്കണം. വായന കൊണ്ട് മാത്രം പോരാ, ആ കഥ പ്രചരിപ്പിക്കണം. വാൽമീകി ചെയ്തതായിരുന്നു. രാമായണം എഴുതി സീതയുടെ 2 പുത്രന്മാരെ പഠിപ്പിച്ച് അയോധ്യയുടെ തെരുവീഥികളിൽ കൂടി പാടി 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 പ്രചരിപ്പിച്ചു രാമായണ കഥ. ഇതുപോലെ നമ്മൾക്കും ഭാരതത്തിൻ്റെ എല്ലാ തെരുവുകളിലും രാമായണ കഥ പാടി പ്രചരിപ്പിക്കട്ടെ. അത് നിറഞ്ഞ് മനുഷ്യജീവിതത്തെ സമ്പന്നമാക്കാൻ ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എത്രയും സമയം ക്ഷമയോടെ ഈ രാമായണ കഥാംശത്തിൻ്റെ സാരത്തെ കേട്ടിരുന്ന എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ പ്രണാമം. അങ്ങനെ ഒരു കർമ്മത്തിന് നിയോഗിച്ച നമ്മുടെ ആചാര്യനായ പരമേശ്വർജി ഏറ്റവും അധികം സന്തോഷത്തോടെ എന്നെ നിയോഗിച്ചതാണ്. സാറൊന്ന് പറയൂ, ശരിയാവട്ടെ. അങ്ങനെ ഒരു നിയോഗം കിട്ടിയത് കൊണ്ട് എനിക്ക് ഇത്രയും പറയാൻ പറ്റിയല്ല. ഞാൻ ആരോട് പറയും, എവിടെ പറയും? അങ്ങനെ എനിക്ക് അതിൻ്റെ അവസരം ഉണ്ടാക്കി ഇത്രയും സമയം രാമായണത്തിൽ കൂടി സഞ്ചരിച്ചു പോകാൻ ഉണ്ടാക്കി തന്ന ഈ നമ്മുടെ ആചാര്യനോടും ഇതിൽ പങ്കെടുത്ത എല്ലാ സജ്ജനങ്ങളോടും എൻ്റെ വിനയാന്വിതമായ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഈ വാക്കുകളെ ഞാൻ ശ്രീരാമചന്ദ്ര സ്വാമിയുടെ പാദങ്ങൾ അർപ്പിച്ചുകൊണ്ട് വിരമിക്കട്ടെ. നന്ദി, നമസ്കാരം. പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നന്ദി. നമസ്തേ സാർ. ആത്മവിദ്യയുടെ
കരുത്തുറ്റ ഒരു പ്രതീകമായിട്ട് സീതാദേവി നമ്മളുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. നമ്മളുടെ തലമുറകൾക്ക് കൈമാറാൻ ഉള്ള വലിയൊരു സമ്പത്തായിട്ട് നമ്മളുടെ അമ്മമാരിൽ, നമ്മളുടെ യുവതലമുറകളിൽ, നമ്മളുടെ ചുറ്റുമുള്ള ഓരോ കുട്ടികളിലും ഇതങ്ങനെ ജ്വലിച്ചു നിൽക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ രാമായണ സത്സംഗത്തില് നന്ദി പറയുവാൻ നമ്മളുടെ ഉഷ ടീച്ചറെ സ്വാഗതം ചെയ്യുന്നു. ഹരി ഓം. ആദരണീയനായ ഗുരുവിനും മാന്യമായ സദസ്യർക്കും എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഇന്നത്തെ ഈ രാമായണ പ്രഭാഷണത്തിലൂടെ ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ ആ ധർമ്മത്തിന്റെയും ഭക്തിയുടെയും ജീവിത മൂല്യങ്ങളുടെയും ആ മഹത്തായിട്ടുള്ള സന്ദേശം വളരെ ലളിതമായിട്ട്, വളരെ ഹൃദയസ്പർശിയായിട്ട് ഞങ്ങൾക്ക് പകർന്നു തന്ന ഗുരുവിനെ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. കൃഷ്ണമന്ദേ കുടുംബത്തിന്റെ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഇങ്ങനെ ഒരു ആത്മീയ സംഗമം എന്ന് തന്നെയാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. അത് വളരെ ഭംഗിയായിട്ട് സംഘടിപ്പിച്ച ശ്രീ പരമേശ്വരൻ തിരുമേനിക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഈ സദസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും, എല്ലാ ഭക്തജനങ്ങൾക്കും ഞങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ ഈ കൃഷ്ണവന്ദേ കുടുംബം ആത്മീയപരമായി എല്ലാ തരത്തിലും ഉയരങ്ങളിലെത്തട്ടെ എന്ന് ശ്രീരാമചന്ദ്രസ്വാമിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ മഹത്തായ ഈ സന്ധ്യ ഞാൻ സ്വാമിയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഹരി ഓം.